നമസ്കാരം. TCV പ്രൈം ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കോവിഡ് നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തി എല്ലാ വ്യാപാര സ്ഥാപനങ്ങളും ദിവസവും തുറക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ കടയടപ്പ് സമരവും ഉപവാസവും നടത്തി. തിരൂരിൽ കുറുക്കോളി മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. രാഷ്ട്രീയം പറയുമ്പോൾ വ്യക്തിപരമായി ആക്രമിക്കുന്നതാണ് CPM ശൈലിയെന്ന് അഡ്വക്കേറ്റ് PP റൌഫ്. ഇത് ജനാധിപത്യ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ചേർന്ന ശൈലിയല്ല. അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും റൌഫ്. തലക്കാട് പൂക്കൈത കുഞ്ഞുലിക്കടവ് റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്ന ആവശ്യവുമായി നാട്ടുകാർ രംഗത്ത്. പാലം തുറന്ന് 4 വർഷം പിന്നിട്ടിട്ടും പൂക്കൈത മുതൽ പാലം വരെയുള്ള റോഡ് ഗതാഗത യോഗ്യമാക്കാൻ അധികാരികൾക്ക് ഇതുവരെയും കഴിഞ്ഞില്ല. വിദ്യാർത്ഥികൾക്കായി പഠന വിഷയങ്ങൾ ദൃശ്യവൽക്കരിച്ച് കേരള വിഷൻ സംപ്രേഷണം ചെയ്യും. കവിഹൃദയം എന്ന ടെലിസീരിയലിലൂടെയാണ് പഠനം രസകരവും ഹൃദയസ്ഥവുമാക്കും വിധം വിദ്യാർത്ഥികളിൽ എത്തിക്കുന്നത്. ഒരു ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം പ്രതിദിന കോവിഡ് കണക്കിൽ വർധനവ്. കേരളത്തിൽ 14,373 പേർക്ക് കോവിഡ്. പരിശോധിച്ചത് 1,31,820 സാമ്പിളുകൾ. DPR 10.9%. 142 മരണങ്ങൾ സ്ഥിരീകരിച്ചു. 10,711 പേർ രോഗമുക്തി നേടി. രോഗികളുടെ എണ്ണത്തിൽ മുന്നിൽ മലപ്പുറം. 2,110 പേർക്ക് രോഗബാധ. DPR 13.51%. 1,334 പേർക്ക് രോഗമുക്തി. ആകെ മരണസംഖ്യ 1,230. വിശദമായ വാർത്തകളിലേക്ക്. കോവിഡ് നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തി എല്ലാ വ്യാപാര സ്ഥാപനങ്ങളും ദിവസവും തുറക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ കടയടപ്പ് സമരവും ഉപവാസവും സംഘടിപ്പിച്ചു. തിരൂരിൽ കുറുക്കോളി മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. തിരൂരിൽ 12 കേന്ദ്രങ്ങളിൽ ധർണ നടന്നു. ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങൾ ഒഴിവാക്കി എല്ലാ വ്യാപാര സ്ഥാപനങ്ങൾക്കും തുറന്നു പ്രവർത്തിക്കുവാനുള്ള അനുമതി നൽകണമെന്നാവശ്യപ്പെട്ടാണ് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ കടയടച്ച് ഉപവാസ സമരം നടത്തിയത്. തിരൂർ സെൻട്രൽ ജംഗ്ഷനിൽ നടന്ന ഉപവാസ സമരം കുറുക്കോളി മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. ഗവൺമെന്റിന്റെ നയങ്ങൾ നമ്മൾ പാലിക്കേണ്ടത് തന്നെയാണ്. പക്ഷെ ഗവൺമെന്റിന്റെ പാളിച്ചകൾ ചൂണ്ടിക്കാണിക്കേണ്ടത് നമ്മുടെ കടമയാണ്. ഇടവിട്ട ദിവസങ്ങളിൽ കടകൾ തുറന്നാൽ മതി എന്ന നിർദ്ദേശം കോവിഡ് വ്യാപനത്തിനാണ് കാരണമുണ്ടാക്കുക. കാരണം തിങ്കളാഴ്ച തുറക്കുകയും ചൊവ്വാഴ്ച തുറക്കാതിരിക്കുകയും വീണ്ടും ബുധനാഴ്ച തുറക്കുകയും ചെയ്യുമ്പോൾ ചൊവ്വാഴ്ചയിലെ ആവശ്യക്കാർ കൂടി ബുധനാഴ്ച ദിവസങ്ങളിൽ കടകളിൽ എത്തുമ്പോൾ കടകളിലെ ക്യൂവിന്റെ നീളം കൂടാനാണ് സാധ്യത. ആവശ്യക്കാരെ വിഭജിച്ച് 7 ദിവസങ്ങളായി 7 വിഭജിച്ച് ഒരാഴ്ചയിലെ ആളുകളുടെ ആവശ്യങ്ങൾ ഒരാഴ്ചയിൽ ഒരിക്കൽ കടകളിൽ വന്ന് വാങ്ങാവുന്ന നിർദ്ദേശം ഗവൺമെന്റ് നൽകുകയും ആവശ്യക്കാരെ ഉപഭോക്താക്കളെ 7 വിഭജിച്ച് ഓരോ ദിവസത്തേക്ക് വന്ന് വാങ്ങുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടാക്കിയാൽ കടകളിലെ തിരക്ക് കുറയുകയാണ് സാർ. കോവിഡ് വ്യാപനം തടയാൻ അതാണ് എളുപ്പം. നേരെ മറിച്ച് അത് 3 ദിവസമായി ചുരുക്കുമ്പോൾ ആവശ്യക്കാർ ഉപഭോക്താക്കൾ എല്ലാവരും കൂടി ഈ 7 ദിവസം കൊണ്ട് വരാൻ സാധ്യതയുള്ള ആളുകൾ 3 ദിവസത്തിലേക്ക് ചുരുങ്ങുമ്പോഴാണ് വൻ തിരക്ക് അങ്ങാടികളിൽ കാണപ്പെടുക. റോഡുകളിൽ തിങ്കളാഴ്ചകളിൽ കാണുന്ന തിരക്ക്, അതേപോലെ തന്നെ ഒഴിവ് ദിവസങ്ങൾ കഴിഞ്ഞാൽ ഉണ്ടാകുന്ന തിരക്ക് നമുക്ക് ബോധ്യമാണ്. അതുകൊണ്ട് അത് തടയാൻ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് സംവിധാനങ്ങൾ ഉണ്ടാകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. A. ഹരീന്ദ്രൻ അധ്യക്ഷനായിരുന്നു. PP അബ്ദുറഹ്മാൻ, PA റഷീദ, C. മമ്മി, സമദ് പ്ലസന്റ്, സലാം P. ലില്ലി, സാഗർ അബ്ദുള്ള, ഇബ്നു വഫ, ലിയ ഷിഹാബ്, വാസൻ K. നായർ തുടങ്ങിയവർ സംസാരിച്ചു. നമുക്കറിയാം, കഴിഞ്ഞ 2 വർഷക്കാലമായിക്കൊണ്ട് മഹാമാരി എന്ന കോവിഡ് പ്രോട്ടോകോൾ, കോവിഡ് നമ്മളൊക്കെ മുച്ചോടും മൊയ്ക്കുമ്പോൾ അതിന് ഏറ്റവും വലിയ ഭാഗവാക്കായത് വ്യാപാരികളാണ്. എല്ലാ നിയമങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ചുകൊണ്ട് ഈ പ്രോട്ടോകോള്, ഈ കോവിഡ് നമ്മുടെ രാജ്യത്ത് ഉന്മൂലനം ചെയ്തതിനു വേണ്ടി ഏറ്റവും വലിയ ത്യാഗങ്ങൾ അനുഭവിച്ച പ്രസ്ഥാനം കേരളത്തിലെ വ്യാപാരികളാണ്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയാണ്. പക്ഷേ ഇവിടെ നമുക്കറിയാം, ഇതിന്റെ ഒന്നും പേരിലല്ലാതെ കച്ചവടക്കാരെ മാത്രം പീഡിപ്പിക്കുന്ന കോവിഡിന്റെ എല്ലാ പ്രോട്ടോകോളും കച്ചവടക്കാർക്ക് മാത്രം ബാധകമാകുന്ന തരത്തിലേക്ക് വ്യാപാരികളെ നിരന്തരമായി തള്ളിവിടുന്ന അശാസ്ത്രീയമായ നിയമങ്ങൾക്കെതിരെ, അശാസ്ത്രീയമായ കേന്ദ്ര സർക്കാരിന്റെ നിയമനിർദ്ദേശങ്ങൾക്കെതിരെയുള്ള അതിശക്തമായ ഒരു നിലനിൽപ്പിനായുള്ള പോരാട്ടമാണ് ഇന്ന് വ്യാപാരികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പൂങ്കോട്ടുകുളം
താഴെപ്പാലം, പൂക്കയിൽ, സിറ്റി ജംഗ്ഷൻ, ഗൾഫ് മാർക്കറ്റ്, ബസ് സ്റ്റാൻഡ്, പയ്യനങ്ങാടി തുടങ്ങിയ 12 കേന്ദ്രങ്ങളിൽ ധർണ നടന്നു. കോവിഡ് നിയന്ത്രണത്തിന്റെ പേരിൽ വ്യാപാരികളെ ദ്രോഹിക്കുന്ന നടപടി അവസാനിപ്പിക്കണമെന്ന് വ്യാപാരി നേതാക്കൾ ആവശ്യപ്പെട്ടു. നിങ്ങൾക്കറിയാം, കേരളത്തിലെ കോവിഡ് പ്രോട്ടോകോളിന്റെ പേര് പറഞ്ഞുകൊണ്ട് വ്യാപാരികളെ ദ്രോഹിക്കുന്ന വ്യാപാര ദ്രോഹ നടപടികളാണ് കേരള സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതിയും ഞങ്ങളുടെ പ്രോത്സാഹക സംഘടനകളും നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എല്ലാ ദിവസവും കോവിഡ് മാനദണ്ഡങ്ങൾ പൂർണ്ണമായി പാലിച്ചുകൊണ്ട് തന്നെ വ്യാപാര സ്ഥാപനങ്ങൾ സുഗമമായി പ്രവർത്തിക്കുവാൻ അനുവദിക്കണമെന്ന് നിരന്തരമായി ആവശ്യപ്പെട്ടിട്ടും വ്യാപാരികളെ ഈ കോവിഡ് പ്രോട്ടോകോളിൻ്റെ പേരിൽ ഫൈനടച്ചുകൊണ്ട് ദ്രോഹിക്കുന്ന നടപടികളാണ് കേരള ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി താനൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കടയടച്ച് ധർണ നടത്തി. യൂണിറ്റ് പ്രസിഡന്റ് NN മുസ്തഫ കമാൽ ധർണ സമരം ഉദ്ഘാടനം ചെയ്തു. മണ്ഡലത്തിൽ 5 കേന്ദ്രങ്ങളിൽ ധർണ നടത്തി. കേപുരം യൂണിറ്റ് ഉപവാസ സമരം താനൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് വി അമീർ ഉദ്ഘാടനം ചെയ്തു. വ്യാപാരി വ്യവസായ ഏകോപന സമിതി താനൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കടയടച്ച് ധർണ നടത്തി. യൂണിറ്റ് പ്രസിഡന്റ് NN മുസ്തഫ കമാൽ ധർണ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ വ്യാപാരികൾ 60 ദിവസമായി ഈ കൊറോണ എന്ന മഹാമാരിക്കെതിരെ ഗവൺമെൻറ് പറഞ്ഞ എല്ലാ നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് കടയടച്ച് സമരം നടത്തി സഹകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ ഈ അശാസ്ത്രീയമായി TPR ആ നിലയ്ക്ക് ഗവൺമെൻറ് കച്ചവടക്കാരുടെ മേലും മാത്രം അടിച്ചേൽപ്പിച്ചുകൊണ്ട് ഒരു തീരുമാനമായി മുന്നോട്ട് പോകുന്നു. ഇതിനെതിരെയാണ് ഞങ്ങൾ ഈ പ്രതിഷേധ സമരം. ഇനി ഞങ്ങൾക്ക് പിടിച്ചു ചെയ്യാൻ കഴിയില്ല. ഞങ്ങൾ പല കച്ചവടക്കാരും ആത്മഹത്യ ചെയ്തു. ആത്മഹത്യയുടെ വക്കിലാണ് കൂടുതൽ കച്ചവടക്കാർ. ലോൺ അടയ്ക്കുവാനോ കറണ്ട് ബില്ല് അടയ്ക്കുവാനോ വാടക കൊടുക്കാനോ കഴിയാത്തൊരവസ്ഥയാണ്. അതുകൊണ്ട് ഞങ്ങൾ ഈ സമരം സൂചന മാത്രമാണ്. ഈ സൂചന കണ്ട് ഗവൺമെൻറ് ഈ തീരുമാനം മാറ്റിയില്ലെങ്കിൽ അതിരൂക്ഷമായ സമര പ്രഖ്യാപനവുമായി ഞങ്ങൾ സംഘടന മുന്നോട്ട് പോകും. അതായത് കട തുറന്നുള്ള സമരമാവും ഞങ്ങൾ ആവിഷ്കരിക്കാൻ പോകുന്നത്. മണ്ഡലത്തിൽ 5 കേന്ദ്രങ്ങളിലാണ് ധർണ നടന്നത്. നാട്ടിലെ കടകൾ അടച്ചു ഞങ്ങൾ വീട്ടിൽ ഞങ്ങൾ ഇരിക്കുമ്പോൾ ഞങ്ങളെ പട്ടിണി മാറ്റാനായി യൂണിറ്റ് ജനറൽ സെക്രട്ടറി MC റഹീം, മണ്ഡലം പ്രസിഡന്റ് A അമീർ, യൂണിറ്റ് വൈസ് പ്രസിഡന്റ് C മുഹമ്മദ് ബഷീർ, താനൂർ മുനിസിപ്പൽ കൗൺസിലർ അലി അക്ബർ, യൂണിറ്റ് ട്രഷറർ P ഷൺമുഖൻ തുടങ്ങിയവർ സംസാരിച്ചു. വ്യാപാരി വ്യവസായ ഏകോപന സമിതി കേപുരം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നടന്ന ഉപവാസ സമരം നിയോജക മണ്ഡലം പ്രസിഡന്റ് V അമീർ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് PM മുസ്തഫ അധ്യക്ഷനായിരുന്നു. ഇന്ന് രാജ്യം അഭിമുഖീകരിക്കുന്ന ഈ കോവിഡ് മഹാമാരി എന്നാണ് പറയപ്പെടുന്നുണ്ടെങ്കിലും കോവിഡ് ഏറ്റവും അധികം ബാധിച്ചിരിക്കുന്നത് വ്യാപാരികളെയാണ്. കോവിഡിൻ്റെ പേരിൽ അശാസ്ത്രീയമായ TPR പെർസെൻറ്റേജ് വെച്ചുകൊണ്ട് ഇവിടുത്തെ ഉദ്യോഗസ്ഥർ അവർക്ക് അശാസ്ത്രീയമായ രീതിയിലുള്ള TPR വ്യവസ്ഥ വെച്ചുകൊണ്ട് കോവിഡ് വ്യാപനം തടയുക എന്നുള്ള നിയമം നടപ്പിലാക്കിയിരിക്കുകയാണ്. ഇത് ചെറുകിട വ്യാപാരികളെ ഒന്നടങ്കം പട്ടിണിയിലാക്കിയിരിക്കുകയാണ്. വ്യാപാരി സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് ഓൾ കേരള ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ എല്ലാ വിതരണ സ്ഥാപനങ്ങളും അടച്ചിട്ട് ധർണ നടത്തി. തിരു ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന ധർണ സംസ്ഥാന സെക്രട്ടറി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. കോവിഡിന്റെ പേരിൽ വ്യാപാരികളെ ദ്രോഹിക്കുന്ന സർക്കാർ നയങ്ങൾക്കെതിരെ കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി നടത്തുന്ന പണിമുടക്കിനും ഉപവാസത്തിനും ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചാണ് ഓൾ കേരള ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ വിതരണ സ്ഥാപനങ്ങൾ അടച്ചിട്ട് ധർണ സംഘടിപ്പിച്ചത്. തിരു ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന ധർണ സംസ്ഥാന സെക്രട്ടറി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ബിജു അമ്പായത്തിൽ, ഷമാദ് കോഹിനൂർ, സത്താർ ആലുങ്ങൽ, ലോഹി, ഷെരീഫ്, ഇബ്രാഹിംകുട്ടി, ബാലു, പ്രിയേഷ്, ശ്രീകുമാർ, ജോണി തുടങ്ങിയവർ പങ്കെടുത്തു. രാഷ്ട്രീയപരമായ കാര്യങ്ങൾ പറയുമ്പോൾ അതിന് മറുപടി പറയാതെ വ്യക്തിപരമായി ആക്രമിക്കുന്ന CPM ശൈലി ഒരു ജനാധിപത്യ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ചേർന്നതല്ലെന്ന് അഡ്വക്കേറ്റ് PP റൌഫ് പറഞ്ഞു.
അഡീഷണൽ ഗവൺമെന്റ് പ്ലീഡർ പദവിയിൽ ഇരുന്ന കാലത്തെ മുഴുവൻ ശമ്പളവും ലഭിക്കാൻ പോലും കാത്തുനിൽക്കാതെ പദവി രാജിവെച്ച തനിക്കെതിരെ അടിസ്ഥാനരഹിതമായ ആരോപണമാണ് ഉന്നയിച്ചതെന്നും ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും പി റൌഫ് പറഞ്ഞു. താൻ ഉന്നയിച്ച രാഷ്ട്രീയ കാര്യങ്ങൾക്കൊന്നും തന്നെ മറുപടി പറയാതെ വ്യക്തിപരമായി ആക്രമിക്കുന്ന ശൈലി ഒരു ജനാധിപത്യ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ചേർന്നതല്ലെന്നും അഡീഷണൽ ഗവൺമെന്റ് പ്ലീഡർ പദവി ഞാൻ എന്ത് താല്പര്യങ്ങൾക്കാണ് ഉപയോഗിച്ചതെന്നും എന്ത് കാര്യത്തിലെ പ്രവൃത്തിയിലൂടെയാണ് സമ്പത്ത് വർദ്ധിപ്പിച്ചതെന്നും CPM വ്യക്തമാക്കണമെന്നും അഡ്വക്കേറ്റ് പി റൌഫ് ആവശ്യപ്പെട്ടു. ഇന്നലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രത്യേകിച്ച് CPIM-ന്റെ ഏരിയ കമ്മിറ്റി ഭാരവാഹികൾ താനൂരിൽ വെച്ച് നടത്തിയ പത്രസമ്മേളനത്തിൽ വളരെ വ്യക്തമായും ഞാൻ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് ഒന്നും തന്നെ മറുപടി പറയാതെ വ്യക്തിപരമായി എന്നെ ടാർഗറ്റ് ചെയ്യുന്ന തരത്തിലും കഴിഞ്ഞ സർക്കാർ അഡീഷണൽ ഗവൺമെൻറ് പ്ലീഡറായി എന്നെ നിയമിച്ചതിന് ശേഷം ഞാൻ ആ പദവി ഉപയോഗിച്ച് എൻ്റെ വ്യക്തി താല്പര്യങ്ങൾ സംരക്ഷിക്കാനും സ്വത്ത് സമ്പാദിക്കാനുമാണ് ശ്രമിച്ചത് എന്ന ഒരു ആരോപണം ഉയർത്തുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തിട്ടുള്ളത്. അഡീഷണൽ ഗവൺമെന്റ് പ്ലീഡർ പദവിയിൽ ഇരുന്ന കാലത്തെ മുഴുവൻ ശമ്പളവും ലഭിക്കാൻ പോലും കാത്തു നിൽക്കാതെ പദവി രാജിവെച്ചൊഴിഞ്ഞ തനിക്കെതിരെയാണ് അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിച്ചത്. ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും കഴിഞ്ഞ ദിവസം ഇടതുമുന്നണി വിട്ട് മുസ്ലിം ലീഗിൽ ചേർന്ന പി റൌഫ് പറഞ്ഞു. ഏത് കേസിൽ എങ്ങനെ ഇടപെട്ടു, ആരുടെ കയ്യിൽ നിന്ന് എപ്പോ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഫലമോ കാശോ ഞാൻ വാങ്ങി എന്ന് വ്യക്തമായിട്ട് പറയാതെ കാടടച്ച് വെടിവെച്ച് പോവുക എന്ന ഒരു പഴയ ഒരു ശൈലിയിലുള്ള ആരോപണം, വാസ്തവത്തിൽ യാതൊരു അടിസ്ഥാനവുമില്ലാത്ത, തെളിവിൻ്റെ യാതൊരു കണികയുമില്ലാത്ത, ശുദ്ധ അസംബന്ധവും ശുദ്ധ കളവുമായിട്ടുള്ള ആരോപണമാണ് ഈ ആളുകൾ ഉന്നയിച്ചിട്ടുള്ളത്. അതിനെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്, യാതൊരു അടിസ്ഥാനവുമില്ലാതെ വ്യക്തിപരമായിട്ട് എന്നെ ടാർണിഷ് ചെയ്യുന്ന തരത്തിൽ ഇത്തരം ആരോപണം ഉന്നയിച്ച ആളുകൾക്കെതിരെ കൃത്യമായിട്ട് നിയമ നടപടികൾ കൈക്കൊള്ളാൻ ഞാൻ തീരുമാനിച്ച കാര്യം നിങ്ങളെ അറിയിക്കുകയാണ്. തനിക്ക് പൊതുജനങ്ങൾക്കിടയിലുള്ള സ്വീകാര്യത ഇല്ലാതാക്കുന്നതിന് വേണ്ടി തികച്ചും അടിസ്ഥാനരഹിതമായ ആരോപണമാണ് CPM ഉന്നയിക്കുന്നത്. അഡീഷണൽ ഗവൺമെന്റ് പ്ലീഡർ പദവിയിലിരുന്ന് ഞാൻ നടത്തിയ പ്രവർത്തനം സുതാര്യവും നീതിപൂർവവുമെന്ന് വ്യക്തമാക്കുന്ന ഔദ്യോഗിക രേഖകൾ തന്നെയുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 5 വർഷത്തെ പീരിയഡിൽ ഞാൻ സർക്കാരിൻ്റെ വക്കീൽ എന്ന നിലയിൽ തിരൂർ കോടതിയിൽ നടത്തിയിട്ടുള്ള പെർഫോമൻസിനെ സംബന്ധിച്ച് വളരെ കൃത്യമായിട്ടുള്ള ഔദ്യോഗിക റിപ്പോർട്ടുകൾ തന്നെ ലഭ്യമാണെന്നിരിക്കെ എൻ്റെ പെർഫോമൻസ് വളരെ ഹയർ ലെവലിലുള്ളതാണെന്ന് ഉന്നത കോടതികളും അതുപോലെ തന്നെ ഉന്നത ഉദ്യോഗസ്ഥന്മാരും സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള റിപ്പോർട്ടുകൾ അവൈലബിൾ ആണെന്നിരിക്കെയാണ് ഒരു അടിസ്ഥാനവുമില്ലാത്ത ബാലിശമായിട്ടുള്ള ഈ ആരോപണവുമായി CPIM-ന്റെ നേതാക്കന്മാർ ഇറങ്ങിപ്പുറപ്പെട്ടിട്ടുള്ളത്. ഒരാളോട് വ്യക്തിപരമായിട്ട് ദേഷ്യമുണ്ടെങ്കിൽ ഇതല്ല ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്ക് മറുപടി പറഞ്ഞ് പൊളിറ്റിക്കലായിട്ട് അതിനെ നേരിടുകയാണ് യഥാർത്ഥത്തിൽ വേണ്ടിയിരുന്നത്. മറ്റൊരു കാര്യം അവർ പറഞ്ഞത്, ഇക്കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ബഹുമാന്യനായ ശ്രീ അബ്ദുൽ റഹ്മാനെതിരെ ഞാൻ പ്രവർത്തിച്ചത് അവർ കണ്ടുപിടിച്ചപ്പോൾ ഞാൻ അവരോട് മാപ്പ് ചോദിച്ചു എന്നാണ് അവർ പറഞ്ഞത്. എപ്പോൾ മാപ്പ് ചോദിച്ചു? ഒന്നുകിൽ ഞാൻ അവരുമായിട്ട് ഫോണിൽ സംസാരിച്ചിട്ട് മാപ്പ് ചോദിക്കണം, അതല്ലെങ്കിൽ അവരോട് ഞാൻ നേരിൽ കണ്ട് മാപ്പ് ചോദിക്കണം. എൻ്റെ ഫോൺ പരിശോധിച്ചാൽ അറിയാം, ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ശേഷം പ്രത്യേകിച്ചും അതല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുന്നിലോ പിന്നിലായി ഞാനൊരു CPIM നേതാവിനെയും വിളിക്കാൻ പോയിട്ടില്ല. കോൾ ഡീറ്റെയിൽസ് പരിശോധിച്ചാൽ കാണാൻ സാധിക്കും. എന്നാൽ എന്നെ വിളിച്ച പല നേതാക്കന്മാരുണ്ട്. തെരഞ്ഞെടുപ്പിൻ്റെ മുന്നേയും പിന്നാലെയും എൻ്റെ വീട്ടിൽ വന്ന പല നേതാക്കന്മാരുമുണ്ട്. എൻ്റെ വീട്ടിൽ വന്നതിന് വളരെ കൃത്യമായിട്ട് CCTV ദൃശ്യങ്ങളും എൻ്റെ കയ്യിലുണ്ട്. പിന്നെ ഞാൻ എവിടെ പോയി മാപ്പ് ചോദിച്ചു, എന്ത് പ്രവർത്തനം നടത്തി, എതിരായിട്ട് എന്ത് പ്രവർത്തിച്ചു എന്നൊന്നും പറയാതെ രാഷ്ട്രീയമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നിലപാടുകളെ തുറന്നു കാണിച്ചപ്പോൾ ആ വിരോധം തീർക്കാൻ വേണ്ടിയിട്ട് വ്യക്തിപരമായിട്ട് ടാർണിഷ് ചെയ്യുന്ന നിലപാട് ഒരു ജനാധിപത്യ പാർട്ടിക്ക് ഭൂഷണമാണോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. തന്റെ മനോവീര്യം തകർക്കാം എന്നും പൊതുജനങ്ങൾക്കിടയിലുള്ള സ്വീകാര്യത ഇല്ലാതാക്കാം എന്നും കരുതുന്നവർ വിഡ്ഢികളുടെ സ്വർഗത്തിലാണെന്നും പി റൌഫ് പറഞ്ഞു. മംഗലം ചേന്ദ്ര VVLP സ്കൂളിൽ ഡിജിറ്റൽ ഡിവൈസ് ലൈബ്രറി തവനൂർ MLA KT ജലീൽ ഉദ്ഘാടനം ചെയ്തു. ഓൺലൈൻ പഠന സൗകര്യമില്ലാത്ത 45 വിദ്യാർത്ഥികൾക്ക് മൊബൈൽ ഫോണുകൾ വിതരണം ചെയ്തു.
ഓൺലൈൻ പഠന സൗകര്യമില്ലാത്ത 45 കുട്ടികൾക്ക് മൊബൈൽ ഫോൺ സൗകര്യം ഏർപ്പെടുത്തിക്കൊണ്ട് ചേന്ദ്ര VVP സ്കൂൾ ഡിജിറ്റൽ ഡിവൈസ് ലൈബ്രറി തവനൂർ MLA KT ജലീൽ ഉദ്ഘാടനം ചെയ്തു. ഓൺലൈൻ പഠനം സമ്പൂർണ്ണമാകുന്ന ഒരു പ്രക്രിയയായിട്ട് മാറാൻ പാടില്ല. മൊത്തം വിദ്യാഭ്യാസത്തിൻ്റെ പാഠ്യവിഷയങ്ങളുടെ ഒരു 30% വരെ ഓൺലൈൻ ആവാം. ബാക്കി നിർബന്ധമായും ഓഫ്ലൈൻ തന്നെയാവണം. ഓൺലൈൻ വിദ്യാഭ്യാസമാണ് പെർഫെക്റ്റ് ആയിട്ടുള്ള വിദ്യാഭ്യാസ രീതിയെങ്കിൽ പിന്നെ എന്തിനാണ് കോടിക്കണക്കിന് രൂപ ശമ്പളം കൊടുത്ത് ലക്ഷക്കണക്കിന് വരുന്ന അധ്യാപകരെ നമ്മൾ നിയമിക്കുന്നത്? എന്തിനാണ് ഇതുപോലെയുള്ള കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്നത്? എന്തിനാണ് ഇത്ര കണ്ണായ സ്ഥലം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കായി നീക്കിവെക്കുന്നത്? ഗവൺമെന്റിന് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ കേവലം അറിവ് പകർന്നു കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല, നമ്മളുടെ കുട്ടികളെ നല്ല പൗരന്മാരും നല്ല സാമൂഹ്യ ജീവികളുമാക്കി മാറ്റുക എന്നുള്ളത് കൂടിയാണ്. വിദ്യാലയത്തിലെ എല്ലാ അധ്യാപകരുടെയും സഹകരണത്തോടെയാണ് ഇത്രയും ഫോൺ വാങ്ങി വിതരണം ചെയ്തത്. ഈ പ്രവർത്തനത്തിലേക്ക് 1 ലക്ഷം രൂപ സമാഹരിച്ചത് സ്കൂളിലെ അധ്യാപികയായ ഗിരിജയാണ്. ഞാൻ സമീപിച്ച കുട്ടികൾ എന്നോടൊപ്പം നിൽക്കുകയും അതുപോലെ തന്നെ 90-91 കാലഘട്ടത്തിലാണ് എൻ്റെ കോളേജ് പഠനം. അന്ന് എൻ്റെ കൂടെ പഠിച്ച എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ സഹപാഠികൾ, അവരുടെ മികച്ച ഒരു പിന്തുണയും ഈ എല്ലാ കാര്യങ്ങളും ഞാൻ ഇവിടുത്തെ ബഹുമാനപ്പെട്ട ഞങ്ങളുടെ HM ലഷ്കർ മാഷോട് സംസാരിക്കുകയും മാഷിൻ്റെ പിന്തുണയും കൂടിയായപ്പോൾ ഞാൻ ഉദ്ദേശിച്ചതിലും നല്ല രീതിയിൽ എൻ്റെ കുഞ്ഞുങ്ങളിലേക്ക് വിദ്യാഭ്യാസം എത്തിക്കുന്നതിനുള്ള ഒരു വഴി കണ്ടെത്താൻ സാധിച്ചു. PTA എക്സിക്യൂട്ടീവ് അംഗം നൂർജഹാൻ ഒരു ഫോൺ നൽകി പങ്കുചേർന്നു. മംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CP കുഞ്ഞുട്ടി, വൈസ് പ്രസിഡന്റ് പാത്തുമ്മക്കുട്ടി, വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ റാഫി മാസ്റ്റർ, വാർഡ് മെമ്പർ സബിത സോമൻ, തിരൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ V സൈനുദ്ദീൻ, PTA പ്രസിഡന്റ് ഷാജി, സ്കൂൾ പ്രധാനാധ്യാപകൻ V അഷ്കർ അലി, IT കൺവീനർ ഉമർ ഫാറൂഖ്, സ്റ്റാഫ് സെക്രട്ടറി നജുമുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. ഏറ്റവും കൂടുതൽ തുക സമാഹരിച്ച ഗിരിജ ടീച്ചറെ ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു. ഓൺലൈൻ പഠനത്തിൽ രക്ഷിതാക്കളുടെ പങ്കിനെക്കുറിച്ച് പുറത്തിറക്കിയ ലഘുലേഖ MLA പ്രകാശനം ചെയ്തു. വെട്ടം ഈസ്റ്റ് അരിക്കാഞ്ചിറയിൽ കനോലി കനാലിലേക്കുള്ള ആവിപ്പുഴ സ്വകാര്യ വ്യക്തി മണ്ണിട്ട് നികത്തിയ സംഭവത്തിൽ അഗ്രികൾച്ചർ ഡെപ്യൂട്ടി ഡയറക്ടർ സ്ഥലം സന്ദർശിച്ചു. വെട്ടം കൃഷി ഓഫീസറോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ടെന്നും ശേഷം നടപടി ഉണ്ടാവുമെന്നും ജില്ലാ കൃഷി ഓഫീസർ മാധ്യമങ്ങളോട് പറഞ്ഞു. വെട്ടം പഞ്ചായത്ത് 7-ാം വാർഡ് ഈസ്റ്റ് അരിക്കാഞ്ചിറയിലാണ് സംഭവം. പ്രദേശത്ത് കനോലി കനാലുമായി സംഗമിക്കുന്ന അഴുക്കുചാലാണ് സ്വകാര്യ വ്യക്തി മണ്ണിട്ട് നികത്തിയത്. ഇതേ തുടർന്ന് അരിക്കാഞ്ചിറ പാലത്തിന് സമീപത്തെ താഴ്ന്ന പ്രദേശങ്ങളിലെ 20ഓളം വീടുകളിൽ വെള്ളം കയറിയിരുന്നത് പതിവായിരുന്നു. മഴക്കാലമായാൽ വെള്ളം പ്രദേശത്ത് കെട്ടിനിൽക്കും. മഴക്കാല രോഗം ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രശ്നങ്ങളും പ്രദേശത്ത് നിലനിന്നിരുന്ന സാഹചര്യത്തിൽ പ്രദേശത്തുള്ളവർ മറ്റിടങ്ങളിലേക്ക് താമസം മാറ്റാറാണ് പതിവ്. വെള്ളം ആവിപ്പുഴയിലൂടെ കനോലി കനാലിലെത്തുന്ന സാഹചര്യമുണ്ടായാൽ വിഷയം പരിഹരിക്കുമെന്ന് ചൂണ്ടിക്കാട്ടി പ്രദേശവാസികൾ ജില്ലാ കൃഷി ഓഫീസർക്ക് പരാതി നൽകിയിരുന്നു. ഇതേ തുടർന്നാണ് അഗ്രികൾച്ചർ ഡെപ്യൂട്ടി ഡയറക്ടർ PP ലളിതാദേവി സ്ഥലം സന്ദർശിച്ചത്. പ്രദേശവാസികളായ P കുഞ്ഞുമൂസ, ലത്തീഫ് കാനൂർ, PP കുട്ടൻ, ജയ്സർ, നെസ്രു, അലിക്കുട്ടി, ചന്ദ്രൻ പുത്തുകുളങ്ങര എന്നിവരും സംബന്ധിച്ചു. ഇപ്പോൾ ഇവിടെ ഏകദേശം ഒരു 10-15 വർഷമായിട്ട് ഈ ഭാഗം മൊത്തം വെള്ളത്തിലാണ്. ഞങ്ങൾ ഇപ്പോൾ ഇയാളെ ഈ വീട് ഇതിൻ്റെ പകുതിയോളം വെള്ളം കയറും. അതേപോലെ എൻ്റെ വീടാണ് ഇതിൻ്റെ ബാക്കിൽ. ഈ വഴി മൊത്തം വെള്ളമാവും. അപ്പോൾ എൻ്റെ വീട്ടിൽ പ്രായമുള്ള ഉപ്പ ഉമ്മ ഇവരൊക്കെ ഉണ്ട്. ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ കൂടി ബുദ്ധിമുട്ടാണ്. പിന്നെ കുട്ടികളാണെന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ പോയിട്ട് വീണിട്ട് അപകടം വേറെ. അവിടെ 2 വെള്ളത്തിൻ്റെ കെട്ടുകളുണ്ട്, കുഴികളുണ്ട്. ആ കുഴികളിൽ വെള്ളം വന്നു കഴിഞ്ഞാൽ മൊത്തത്തിൽ കാണാത്തൊരവസ്ഥ വരും. അതായത് കുട്ടികൾ നമ്മളെ കണ്ണു വെട്ടിച്ചിട്ട് പോയിട്ട് അതിൽ പോയി വീഴുക. ഒരുപാട് അപകടങ്ങൾ ഉണ്ടായിട്ട് 1-2 പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. ഈ ബുദ്ധിമുട്ട് ഇതുവരെ ഇതിനൊരു പരിഹാരം ഉണ്ടായിട്ടില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണമെന്ന് അഭ്യർത്ഥിക്കുക. വെട്ടം കൃഷി ഓഫീസറോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ടെന്നും ശേഷം നടപടി ഉണ്ടാവുമെന്നും ജില്ലാ കൃഷി ഓഫീസർ പറഞ്ഞു. തലക്കാട് പൂക്കൈത കുഞ്ഞൂരിക്കടവ് റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. പാലം തുറന്ന് 4 വർഷം പിന്നിട്ടിട്ടും പൂക്കൈത മുതൽ പാലം വരെയുള്ള റോഡ് ഗതാഗത യോഗ്യമാക്കാൻ അധികാരികൾ നടപടി സ്വീകരിക്കാത്തത് നാട്ടുകാരിൽ പ്രതിഷേധത്തിനിടയാക്കിയിരിക്കുകയാണ്. 2017 ജൂൺ 29-നാണ് അന്നത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്ന G സുധാകരൻ തലക്കാട് വെട്ടം പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന കുഞ്ഞൂലിക്കടവ് പാലം തുറന്നുകൊടുത്തത്. ആധുനിക നിർമ്മാണ രീതികൾ ഉപയോഗിച്ച് അതിമനോഹരമായാണ് പാലം പണിതത്. പാലം തുറന്ന് 4 വർഷം പിന്നിട്ടിട്ടും പൂക്കൈത മുതൽ പാലം വരെയുള്ള റോഡ് ഗതാഗത യോഗ്യമാക്കാൻ അധികാരികൾ നടപടി സ്വീകരിക്കാത്തതിൽ പ്രദേശവാസികളും യാത്രക്കാരും പ്രതിഷേധത്തിലാണ്. പാലം കഴിഞ്ഞു പുളിഞ്ചോട് എത്തുന്നവരെ ഒരു വാഹനത്തിനും ഗതാഗതത്തിനും ഒരു ഇതുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നിറയെ കുഴിയും കുണ്ടും
ആകെ വളരെ വിഷമത്തോടു കൂടിയിട്ടാണ്. ഒരു ആശുപത്രി കേസിനും കൂടി ഒരു വണ്ടി വിളിച്ചാൽ വരാത്ത ഒരവസ്ഥയിലാണ് ജനങ്ങളും മറ്റുള്ള എല്ലാ ആളുകളും. അപ്പോൾ അത്തരത്തിലൊരു വിഷമം എല്ലാ ജനങ്ങൾക്കും ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ട്. ജനങ്ങൾ ഒരു നിരന്തരം വിഷമത്തിൽ പല റിപ്പോർട്ടുകളും പല രൂപത്തിലും കൊടുത്തിട്ട് ഇന്ന് വരെ ഇതിനൊരു യാദൃശ്യമായിട്ട് ഉണ്ടായിട്ടില്ല. തലക്കാട് പഞ്ചായത്ത് ഇതിനോട് കാണിക്കുന്ന ഒരു അവഗണന വളരെ വിഷമമുണ്ട്. ആയതുകൊണ്ട് എത്രയും പെട്ടെന്ന് ജനങ്ങൾക്ക് ഇത് നല്ലൊരു ഗതാഗത റോഡാക്കിയിട്ട് തരണമെന്ന് വിനീതമായിട്ട് ഞങ്ങൾ നാട്ടുകാർക്ക് വേണ്ടിയിട്ട് അപേക്ഷിച്ചു. പാലത്തിന്റെ പടിഞ്ഞാറ് ആലുശ്ശേരി ഭാഗത്തേക്കുള്ള റോഡ് പൂർണ്ണമായും ഗതാഗത യോഗ്യമാക്കാൻ കഴിഞ്ഞിട്ടും പൂക്കൈത് വരെയുള്ള റോഡ് ഗതാഗത യോഗ്യമാക്കാൻ കഴിഞ്ഞിട്ടില്ല. പൂക്കൈത് ഭാഗത്തെ റോഡിന്റെ ശോചനീയാവസ്ഥ കാരണം തലക്കാട്, വെട്ടം, തൃപ്രങ്കോട്, മംഗലം പഞ്ചായത്തുകളിലെ ജനങ്ങൾക്കും പുതിയ പാലം വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്താൻ കഴിയുന്നില്ല. ഇനിയും നടപടിയായില്ലെങ്കിൽ പ്രക്ഷോഭം തുടങ്ങുമെന്ന് പൂക്കൈതിലെ പൗരാവലി മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. പറവണ്ണ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്മാർട്ട് ഫോൺ ലൈബ്രറി ആരംഭിച്ചു. കുർക്കോളി മൊയ്തീൻ MLA ലൈബ്രറിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഓൺലൈൻ പഠന സൗകര്യം ഒരുക്കുന്നതിന്റെ ഭാഗമായാണ് ലൈബ്രറി ആരംഭിച്ചത്. പറവണ്ണ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്ന ഓൺലൈൻ പഠന സൗകര്യമില്ലാത്ത കുട്ടികൾക്ക് സൗകര്യം ഒരുക്കുന്നതിന്റെ ഭാഗമായി അധ്യാപകരും PTA യും ചേർന്നൊരുക്കുന്ന സ്മാർട്ട് ഫോൺ ലൈബ്രറിയുടെ ഉദ്ഘാടനം കുർക്കോളി മൊയ്തീൻ MLA നിർവഹിച്ചു. കുട്ടികളെ കളിയും ചിരിയും വികൃതിയും തമാശയും കണ്ട് കുട്ടികളെ ക്ലാസ്സിൽ മുമ്പിലിരുത്തി പഠിപ്പിക്കുവാൻ അധ്യാപകന്മാർക്ക് കഴിഞ്ഞ ഒരു വർഷത്തിലധികമായി 1.5 വർഷത്തോളമായി അവസരം നിഷേധിക്കപ്പെട്ടിരിക്കുക. അതേപോലെ തന്നെ കുട്ടികൾക്ക് തൻ്റെ പൊതുജനങ്ങളുടെ വാക്കുകളുടെ ശബ്ദം മാത്രമല്ല അവരുടെ ശരീരഭാഷ കൂടി തിരിച്ചറിയാൻ കിട്ടിയിരുന്ന അവസരവും നഷ്ടപ്പെട്ടിരിക്കുക. ഇങ്ങനെയുള്ള ഒരു പ്രത്യേകമായ അധ്യയന കാലത്താണ് നാം ഉൾപ്പെടുന്നത്. ചടങ്ങിൽ വെട്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നൌഷാദ് നെല്ലാഞ്ചേരി അധ്യക്ഷനായിരുന്നു. വെട്ടം ഗ്രാമപഞ്ചായത്ത് അംഗം സിനി ഗണേശൻ, PTA പ്രസിഡന്റ് കുഞ്ഞുമരക്കാർ CP, SMC ചെയർമാൻ ഹംസ അന്നാര, MPTA പ്രസിഡന്റ് നുസൈബ, മുഹമ്മദ് ഇസ്മായിൽ, സാബിറ പാറയിൽ, ദിനേശ് TV, പ്രധാനാധ്യാപിക M ആസിയ തുടങ്ങിയവർ സംസാരിച്ചു. അധ്യാപകർ, PTA, SFC, വാട്സാപ്പ് കൂട്ടായ്മ തുടങ്ങിയവരാണ് മൊബൈൽ ഫോൺ നൽകിയത്. നിമീഷിന്റെ സ്മരണയ്ക്കായി DYFI കുറ്റൂർ മേഖലാ കമ്മിറ്റിയിലെ പുല്ലൂരാൽ, മേടാപ്പറമ്പ് യൂണിറ്റ് കമ്മിറ്റികൾ ബിരിയാണി ചലഞ്ചിലൂടെ സമാഹരിച്ച തുക ഉപയോഗിച്ച് 393 വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. സഹപ്രവർത്തകൻ നിമീഷിന്റെ സ്മരണയ്ക്കായി DYFI കുറ്റൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുല്ലൂരാൽ, മേടാപ്പറമ്പ് യൂണിറ്റ് കമ്മിറ്റികളാണ് ബിരിയാണി ചലഞ്ചിലൂടെ പണം സമാഹരിച്ചത്. ഈ തുക ഉപയോഗിച്ച പ്രദേശത്തെ 393 വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. DYFI ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി M മിർഷാദ് ഉദ്ഘാടനം ചെയ്തു. DYFIക്കല്ലാതെ ഇതുപോലൊരു ക്യാമ്പയിൻ എടുത്ത് ഇത്തരത്തിലുള്ള പാവപ്പെട്ട കുട്ടികളുടെ വീടുകളിലേക്ക്, പാവപ്പെട്ട കുടുംബത്തിൽപ്പെട്ട കുട്ടികളുടെ വീടുകളിലേക്ക് പുസ്തകങ്ങൾ എത്തിച്ചു കൊടുക്കാൻ കഴിയുന്ന ഒരു സംഘടന, യുവജന സംഘടന ഈ നാട്ടിൽ സെക്രട്ടറി വിഷ്ണു, ഷൈജി തിരുനാവായ, ദാസൻ, ഖാദർ, ഷെരീഫ്, അബ്ദുള്ള, ബിജു, മർവാൻ, ജിഷ്ണു, ശ്രീരാജ്, അഖിൽ തുടങ്ങിയവർ സംബന്ധിച്ചു. കാറ്ററിംഗ് മേഖല നേരിടുന്ന പ്രശ്നങ്ങൾക്ക് സർക്കാർ അടിയന്തരമായി പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ഓൾ കേരള കാറ്ററേഴ്സ് അസോസിയേഷൻ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. ബീവറേജിന് മുന്നിൽ നടന്ന സമരം കുർക്കോളി മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. കാറ്ററിംഗ് മേഖല നേരിടുന്ന പ്രശ്നങ്ങൾക്ക് അടിയന്തരമായി സർക്കാർ പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടാണ് ഓൾ കേരള കാറ്ററേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ബീവറേജിന് മുന്നിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത്. അതിജീവനത്തിനായുള്ള സംസ്ഥാന വ്യാപക പ്രതിഷേധ സമരം തിരൂരിൽ കുർക്കോളി മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. തൊഴിലായ്മയുടെ പരിഹാരത്തിനും നാടിൻ്റെ ഭക്ഷ്യ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിലേക്കും നിങ്ങളുടെ അധ്വാനവും നിങ്ങളുടെ സംഘടിത ശേഷിയെയും നമ്മൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ സ്വാഭാവികമായും നിങ്ങൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ ഭരണകൂടത്തിന് ധാർമ്മികമായ ബാധ്യതകളുണ്ട്. പുതിയ സാഹചര്യത്തിൽ ധാരാളം പരിമിതികൾ അകപ്പെട്ടതിനാൽ നമുക്ക് മുൻകാലങ്ങളെപ്പോലെ നമ്മുടെ വ്യവസായ സംരംഭവുമായി മുന്നോട്ട് പോകാൻ പ്രയാസങ്ങൾ നിങ്ങൾക്ക് മാത്രമല്ല എല്ലാ തലങ്ങളിലും ഉണ്ടായിരിക്കുകയാണ്. സ്വാഗത പ്രസംഗത്തിൽ എൻ്റെ സുഹൃത്ത് പറഞ്ഞതുപോലെ തൊട്ട് അരികു ചേർന്ന് കൊണ്ടുള്ള സ്ഥാപനത്തിൽ ഇന്നലെ വരേക്കുണ്ടായിരുന്ന വലിയ നീണ്ട ക്യൂ നമ്മളൊക്കെ ആശ്ചര്യപ്പെടുത്തിയിട്ടുണ്ട്. മദ്യപാനികൾക്ക് മദ്യം വാങ്ങാൻ എത്ര വേണമെങ്കിലും ആളുകൾക്ക് ഒരുമിച്ച് കൂടുന്നതിന് വിരോധമില്ല. എന്നാൽ സ്കൂളിൽ വിദ്യാർത്ഥികൾ വന്നു കൂടിക്കൂടാ, ആരാധനാലയങ്ങൾ തുറന്നുകൂടാ.
വ്യാപാരി വ്യവസായ സ്ഥാപനങ്ങൾ തുറക്കാൻ പാടില്ല, പകുതി ദിവസം മാത്രമേ തുറക്കാൻ പാടുള്ളൂ. അവിടെ വരുന്ന ആളുകൾക്ക് പ്രത്യേകമായ നിയന്ത്രണങ്ങൾ വേണം. ഇങ്ങനെയൊക്കെയുള്ള നിയന്ത്രണങ്ങൾ സ്വാഭാവികമായും നമുക്കത് ഉൾക്കൊള്ളാൻ കഴിയും. എന്നാൽ ബിവറേജിന്റെ മുമ്പിൽ എത്ര ആളുകൾ വന്നാലും പ്രശ്നമില്ല എന്ന ധാരണ ജനങ്ങളെ ഉളവാക്കുന്നത് മലയാളക്കാർക്ക് അപമാനകരമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. AKCA ജില്ലാ സെക്രട്ടറി സലീം പ്രദേശ് അധ്യക്ഷനായിരുന്നു. ഷമീർ പ്രയാൽ, ഇബ്രാഹിം, മുഹമ്മദ് അലി, നാസർ ബാബു, മജീദ് ജംഷി തുടങ്ങിയവർ സംസാരിച്ചു. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചാണ് പ്രവർത്തകർ പ്രതിഷേധ സമരത്തിൽ പങ്കാളികളായത്. നിറവന്തൂർ കോരങ്ങത്ത് LP സ്കൂൾ വിദ്യാർത്ഥികൾ ബഷീർ ദിനത്തിൽ ഓൺലൈൻ വഴി വിവിധ പരിപാടികൾ അവതരിപ്പിച്ചു. നമുക്ക് പാത്തുമ്മ പരിചയപ്പെട്ടാൽ ഞാനാണ് പാത്തുമ്മ. ബഷീർ ഖാന്റെ പെങ്ങളാണ്. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഓർമ്മദിനവുമായി ബന്ധപ്പെട്ട് കോരങ്ങത്ത് AMLP സ്കൂളിലെ വിദ്യാർത്ഥികൾ വൈവിധ്യമാർന്ന പരിപാടികളാണ് സംഘടിപ്പിച്ചത്. ബഷീർ കൃതികളിലെ കഥാപാത്രങ്ങളുടെ ദൃശ്യാവിഷ്കാരവും ബഷീർ കൃതികൾ പരിചയപ്പെടുത്തുകയും ബഷീർ കൃതികളുടെ ആസ്വാദനം തയ്യാറാക്കുകയും ചെയ്തു. പ്രധാനാധ്യാപിക TK രാധാമണി, അധ്യാപകരായ ഷാജി, ജ്യോതിഷ്, സാക്കിർ, ജബ്ബാർ, ജലാൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. വിദ്യാർത്ഥികൾക്കായി പഠന വിഷയങ്ങൾ ദൃശ്യവൽക്കരിച്ച് കേരള വിഷൻ സംപ്രേഷണം ചെയ്യും. കവിഹൃദയം എന്ന ടെലിസീരിയലിലൂടെയാണ് പഠനം രസകരവും ഹൃദയസ്ഥമാക്കും വിധം വിദ്യാർത്ഥികൾ എത്തിക്കുന്നത്. ചിത്രീകരണം കോഴിക്കോട് ടൂറിസം മന്ത്രി PM മുഹമ്മദ് റിയാസ് സ്റ്റോൺ കർമ്മം നിർവഹിച്ചു. കോവിഡ് മഹാമാരി മൂലം പഠനം മുടങ്ങിയതോടൊപ്പം വിദ്യാർത്ഥികളുടെ ക്യാമ്പസ് ജീവിതവും സൗഹൃദവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വിദ്യാഭ്യാസ രംഗം ഓൺലൈൻ എന്ന നിലയിലേക്ക് മാറിയ സാഹചര്യത്തിലാണ് കവിഹൃദയം എന്ന ടെലിസീരിയൽ വഴി അധ്യയനം ചാനലിലൂടെ എന്ന പുതിയ പദ്ധതി നടപ്പിലാക്കുന്നത്. ചിത്രീകരണത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. കോഴിക്കോട് ഗസ്റ്റ് ഹൌസിൽ നടന്ന ചടങ്ങിൽ കേരള വിഷൻ MD രാജ്മോഹൻ അധ്യക്ഷനായി. കഴിഞ്ഞ 10-30 വർഷത്തോളമായി കേരളത്തിൽ സജീവ സാന്നിധ്യമായി നിൽക്കുന്ന കേരള വിഷൻ അതിൻ്റെ ഉപഗ്രഹ ചാനലിലൂടെ ഇന്ന് ഈ കോവിഡ് സമയത്ത് ഇവിടുത്തെ കുട്ടികൾക്ക് വേണ്ടി ഒരു ടെലിവിഷൻ ഇതിലൂടെ സീരിയൽ പരമ്പര ആരംഭിക്കുന്നു. ഇത്തരം സോഷ്യൽ കമ്മിറ്റ്മെൻറ്റുള്ള നിരവധി കാര്യങ്ങൾ ഇവിടെ കേരള വിഷൻ ചെയ്തിട്ടുണ്ട്. അതിന് തുടർപ്രവർത്തനം എന്ന രീതിയിലാണ് നിങ്ങളുടെ ഒരു ടെലി സീരിയൽ കുട്ടികൾക്ക് വേണ്ടി കുട്ടികൾ തന്നെ നിർമ്മിക്കുന്നത്. അതിൻ്റെ ഒരു സ്വിച്ച് ഓൺ കർമ്മമാണ് ബഹുമാനപ്പെട്ട PWD മിനിസ്റ്ററിലൂടെ നിർവഹിക്കുന്നത്. ആ ചടങ്ങിലേക്ക് അദ്ദേഹത്തെ ആദരവോടെ ക്ഷണിക്കുകയാണ്. കേരള വിഷൻ ഡയറക്ടർ AC നിസാർ ബാബു, കവിഹൃദയം സംവിധായകൻ ഗോപിനാരായണൻ, ഛായാഗ്രഹൻ വിജീഷ് ലിയോ, പ്രൊഡക്ഷൻ കൺട്രോളർ പ്രശാന്ത് കക്കോടി എന്നിവർ സംബന്ധിച്ചു. 1 മുതൽ 10 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി അവരുടെ പാഠ്യവിഷയങ്ങൾ ദൃശ്യങ്ങൾ വഴി കാണിക്കുന്നതിനോടൊപ്പം വിരസത അകറ്റുവാൻ തമാശകളും കഥകളും ഗാനങ്ങളും മറ്റും കോർത്തിണക്കിയാണ് കവിഹൃദയം ഒരുക്കുന്നത്. സെപ്റ്റംബർ ആദ്യവാരം കേരള വിഷൻ ചാനലിൽ കവിഹൃദയം സംപ്രേഷണം ആരംഭിക്കും. ഇന്ധന പാചക വാതക വില വർധനയിൽ പ്രതിഷേധം DYFI താനൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാർ ഓഫീസ് ധർണ സംഘടിപ്പിച്ചു. പുത്തൻതെരുവ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന ധർണ CPM ഏരിയ സെക്രട്ടറി KT ശശി ഉദ്ഘാടനം ചെയ്തു. ഇന്ധന പാചക വില വർധനവിൽ പ്രതിഷേധിച്ചാണ് DYFI താനൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുത്തൻതെരുവ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ധർണ നടത്തിയത്. പാവപ്പെട്ട ജനങ്ങളിൽ നിന്ന് ദിവസം കൊള്ള നടത്തുന്നു. CPM ഏരിയ സെക്രട്ടറി KT ശശി ധർണ ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം 7 വർഷക്കാലമായി നരേന്ദ്രമോദി നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റാണ് നമ്മുടെ രാജ്യം ഭരിക്കുന്നത്, ഇന്ത്യ മഹാരാജ്യം ഭരിക്കുന്നത്. ഇവർ അധികാരത്തിൽ വരുന്നതിന് മുൻപ് നമ്മുടെ രാജ്യത്ത് രാമരാജ്യം സൃഷ്ടിക്കുമെന്നാണ് അവർ പറഞ്ഞത്. എന്നാൽ രാമന്റെ മുഖ്യ ശത്രുവായ രാവണന്റെ നാട് ശ്രീലങ്ക, ആ ശ്രീലങ്കയിൽ ജനങ്ങൾ സമാധാനപരമായി ജീവിക്കുന്നു. അവിടുത്തെ ജനങ്ങൾക്ക് സാമ്പത്തിക പ്രയാസമോ പ്രതിസന്ധിയോ ഇല്ല. അവിടെ സ്വകാര്യവൽക്കരണമില്ല. അവിടുത്തെ ജനങ്ങളെ വർഗീയവാദമില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് രാവണന്റെ രാജ്യത്തെ കഥയാണ്. എന്നാൽ നമ്മളെല്ലാം ഉത്തമ പുരുഷോത്തമൻ, ദയാലു, ക്ഷേമ പ്രവർത്തനത്തിലൂടെ രണ്ട് രാജ്യത്തിന്റെ ജനങ്ങളുടെ
ആകെ അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങിയ ശ്രീരാമന്റെ നാട്, BJPയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഹൈന്ദവ രാഷ്ട്രം. രാവിലെ മുതൽ ആരംഭിച്ച ധർണ ഉച്ചവരെ നീണ്ടുനിന്നു. ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റ് മനു വിശ്വനാഥ് അധ്യക്ഷനായിരുന്നു. ബ്ലോക്ക് ട്രഷറർ പി വിനേശൻ, ജോയിന്റ് സെക്രട്ടറി ശിവദേവ ചക്രവർത്തി, TV അംജദ, PP രതീഷ്, U നൌഷീർ, ജിതു കൃഷ്ണൻ, K ഷബീർ തുടങ്ങിയവർ സംസാരിച്ചു. ബ്ലോക്ക് സെക്രട്ടറി KV ഖാദർ സ്വാഗതം പറഞ്ഞു. ഗ്രേസ് മാർക്ക് നിർത്തലാക്കാനുള്ള തീരുമാനം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് താനാളൂരിൽ വിദ്യാർത്ഥി പ്രതിഷേധം സംഘടിപ്പിച്ചു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സാബിക് വെട്ടം പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. SSLC+2 പരീക്ഷകളിൽ ഗ്രേസ് മാർക്ക് നിർത്തലാക്കാനുള്ള സർക്കാർ ഉത്തരവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടാണ് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് താനൂർ മണ്ഡലം കമ്മിറ്റി താനാളൂരിൽ വിദ്യാർത്ഥി പ്രതിഷേധം സംഘടിപ്പിച്ചത്. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സാബിക് വെട്ടം ഉദ്ഘാടനം ചെയ്തു. ഗ്രേസ് മാർക്ക് വിദ്യാർത്ഥികളുടെ അവകാശമാണെന്നും സർക്കാർ ഉത്തരവ് പിൻവലിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. വിവാദ ഉത്തരവിന്റെ കോപ്പി കത്തിച്ചുകൊണ്ടായിരുന്നു പ്രതിഷേധം. മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ അഹ്റാസ് അലി, ഷാഹിദ് ഇബ്രാഹിം, റിഷ റിൻഷി, ആഷിഫ് അലി തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇന്ധന പാചക വാതക വില വർധനവിനെതിരെ ഡിവൈഎഫ്ഐ തിരൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബിപിങ്ങാടി പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു. ഇന്ധന പാചക വാതക വില വർധനവിൽ പ്രതിഷേധിച്ചാണ് ഡിവൈഎഫ്ഐ തിരൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബിപിങ്ങാടി പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചത്. CPM തിരൂർ ഏരിയ കമ്മിറ്റി അംഗം K നാരായണൻ ഉദ്ഘാടനം ചെയ്തു. ഒരു ജനത അതിനെ എങ്ങനെ സ്വയവും മറ്റ് ബഹുജനങ്ങളുടെ ജനസമൂഹത്തിന്റെ പിന്തുണയോടെ പ്രതിരോധിക്കുന്നതിനിടയിലാണ് നമ്മുടെ നാട് കൂടുതൽ പ്രയാസകരമാക്കുന്ന ഒട്ടേറെ തീരുമാനങ്ങൾ ജനങ്ങളെ സഹായിക്കാൻ ഉത്തരവാദപ്പെട്ട ഭരണകൂടം എടുത്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നോക്കൂ, 100 രൂപയിൽ അധികമായിരിക്കുകയാണ് പെട്രോളിന്റെ വില. ഒരു ന്യായം വേണ്ടതിനും. ഇവിടെ ഈ സമരത്തിൽ പങ്കെടുക്കാത്തവര് ഈ സമരത്തോട് മാനസികമായി ഒരുപക്ഷെ T പ്രബിത അധ്യക്ഷയായിരുന്നു. ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി CO ബാബുരാജ്, പ്രസിഡന്റ് KP ഷാജിദ്, P സുമിത്, K നൌഫൽ, E ജാഫർ തുടങ്ങിയവർ സംസാരിച്ചു. തീരദേശത്ത് എഴുത്ത് ലോട്ടറി വ്യാപകമാവുന്നതായി പരാതി. ദിവസേന 1000 മുതൽ 5000 രൂപയ്ക്ക് വരെ ലോട്ടറി എഴുതുന്നവരുണ്ട്. എഴുത്ത് ലോട്ടറിയുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികളാണുള്ളത്. തീരദേശ പ്രദേശങ്ങളായ കൂട്ടായി, മംഗലം, ആശാമ്പടി, നായർത്തോട് പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് എഴുത്ത് ലോട്ടറി വ്യാപകമാകുന്നതായി പരാതി. നിരവധി തവണ പോലീസ് നടപടി സ്വീകരിച്ചിട്ടും തുടർച്ചയായി എഴുത്ത് ലോട്ടറി സജീവമാവുകയാണ്. തീരദേശത്ത് 100 രൂപ മുതൽ 5000 രൂപയ്ക്ക് വരെ ദിവസവും ലോട്ടറി എഴുതുന്നവരുണ്ട്. ഓരോ കടകൾക്കും കീഴിലും 10ഓളം ഏജന്റുമാരും പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് സൂചന. മംഗലം പഞ്ചായത്തിന്റെ തീരദേശ മേഖലയിൽ ഒറ്റ ലോട്ടറി മാഫിയ വ്യാപകമായിട്ട് ചൂതാടിക്കൊണ്ടിരിക്കുകയാണ്. മംഗലം, കൂട്ടായി, ആശാമ്പടി, നായർതോട് ഒരേ സെൻറ്ററിൽ തന്നെ ഒരു ദിവസം മൂന്നും നാലും തവണയാണ് ഈ ഒറ്റ നമ്പറുകാർ എഴുതുന്നത്. പാവപ്പെട്ട തൊഴിലാളികൾ 500-600 രൂപയ്ക്ക് ജോലി ചെയ്യുന്ന തൊഴിലാളികൾ കിട്ടുന്ന പൈസ മുഴുവൻ കുടുംബത്ത് കൊടുക്കാതെ ഒറ്റ നമ്പർ മാഫിയകൾ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. തീരദേശത്ത് മത്സ്യബന്ധനം കുറവായതോടെ പല കുടുംബങ്ങളും പട്ടിണിയിലാണ്. എഴുത്ത് ലോട്ടറിയുമായി ബന്ധപ്പെട്ട നിരവധി പരാതികളാണ് നിലവിലുള്ളത്. ഒരു UAE എക്സ്ചേഞ്ച് കൂട്ടായിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ മറവിൽ നടക്കുന്നതും ഒറ്റ ലോട്ടറിയാണ്. ഇത് അധികാരികൾ വേണ്ടതുപോലെ ശ്രദ്ധിക്കാതെ പോവുകയാണ്. അധികാരികളെ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുന്ന രൂപത്തിലാണ് എത്രയോ വർഷങ്ങളായിട്ട് നടക്കുന്നുണ്ട്. ഈ മൊബൈൽ എന്തെങ്കിലും കാരണവശാൽ പോലീസോ മറ്റുള്ളവരോ വന്നു കഴിഞ്ഞാൽ ആളുകളെ ഷോപ്പിലോട്ട് വരുത്തുന്നതിന് പകരം മൊബൈൽ വഴി മെസ്സേജ് അയച്ചിട്ട് വരെ എഴുത്ത് നടക്കുന്നുണ്ട്. അതുകൊണ്ട് അധികാരികൾ എത്രയും പെട്ടെന്ന് തീരദേശ മേഖലയെ കാർന്ന് തിന്നുന്ന പാവപ്പെട്ട തീരദേശ തൊഴിലാളികളെ കാർന്ന് തിന്നുന്ന ഈ ഒറ്റ ലോട്ടറി നമ്പറിനെതിരെ അധികാരികൾ നടപടി കൈക്കൊള്ളുമെന്ന പ്രതീക്ഷയിലാണ് തീരദേശത്തെ കുടുംബങ്ങൾ. ശനി ഞായർ ദിവസങ്ങളിലെ അടച്ചുപൂട്ടലിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി പൊന്മുണ്ടം ചെറുപറമ്പിലെ ഡിവൈഎഫ്ഐ യൂത്ത് ബ്രിഗേഡ് വളണ്ടിയർമാർ. ഡിവൈഎഫ്ഐ താനൂർ ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി IP ഷെയ്ഖ് മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. പൊന്മുണ്ടം പഞ്ചായത്ത് 12ാം വാർഡിൽ ഉൾപ്പെടുന്ന തോട്ടുങ്ങൽ ചെറുപറമ്പ് റോഡും പരിസരവുമാണ് ഡിവൈഎഫ്ഐ യൂത്ത് ബ്രിഗേഡ് വളണ്ടിയർമാർ ശുചീകരിച്ചത്. റോഡിന് ഇരുവശത്തും അടിക്കാടുകൾ താഴ്ച വളർന്നതോടെ യാത്ര ക്ലേശകരമായതിനെ തുടർന്ന് ശുചീകരണം നടത്താൻ തീരുമാനിച്ചത്. കഴിഞ്ഞ ഞായറാഴ്ച റോഡിന്റെ തുടക്ക ഭാഗത്തു നിന്ന് ആരംഭിച്ച ശുചീകരണം ഉൾഭാഗത്തേക്ക് വ്യാപിപ്പിക്കുകയായിരുന്നു. റോഡിന്റെ മുഴുവൻ ഭാഗവും ശുചീകരിച്ചു. മേഖലക്കകത്ത് സമ്പൂർണ്ണ ലോക്ക്ഡൌൺ ദിവസങ്ങളായിട്ടുള്ള ശനി ഞായർ ദിവസങ്ങളിൽ
ശുചീകരണ പ്രവർത്തനം നടത്താൻ യൂണിറ്റ് തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ യൂത്ത് ബ്രിഗേഡ് ചിലവിൽ മഹാക്ഷേത്ര റോഡും അതുപോലെ തന്നെ ചിലവിൽ ചെറുപറമ്പ് റോഡും നവീകരിച്ചിട്ടുണ്ട്. ഡിവൈഎഫ്ഐ ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി എ.പി. ഷെയ്ഖ് മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. ഇ.പി. നവാസ്, വി.പി. റനീഷ്, കെ. ഇസുദ്ദീൻ, സി. സാദിഖ്, ഷാനവാസ്, സവാഫ്, അർസൽ, ഷബീർ അലി എന്നിവർ നേതൃത്വം നൽകി. ഒഴൂർ പെരിഞ്ചേരിയിൽ നിന്നും വൻ കഞ്ചാവ് ശേഖരം കണ്ടെത്തി. ആളൊഴിഞ്ഞ പറമ്പിൽ ചാക്കിൽ കെട്ടിയ നിലയിലായിരുന്നു കഞ്ചാവ് ശേഖരം കണ്ടെത്തിയത്. ഇവിടുന്നാണ്ട് ഇറങ്ങിയാലേ ഒരു പാടത്തിന്റെ അവിടെ സ്ഥിരമായിട്ട് ആളൊഴിഞ്ഞ സ്ഥലത്ത് കഞ്ചാവ് ചാക്കിൽ കെട്ടിവെച്ച നിലയിൽ കണ്ടെത്തി. ഒഴൂർ പെരിഞ്ചേരിയിൽ ആൾതാമസമില്ലാത്ത വീട് പരിസരത്തെ പൊന്ത നിറഞ്ഞെടുത്തുനിന്നാണ് കഞ്ചാവ് കണ്ടത്. വീട് പരിസരം ശുചീകരിക്കാൻ ജോലിക്കാരെത്തി പരിസരം വൃത്തിയാക്കുന്നതിനിടെയാണ് ചാക്ക് കണ്ടത്. അഴിച്ചു നോക്കിയപ്പോഴാണ് കഞ്ചാവാണെന്ന് തിരിച്ചറിഞ്ഞത്. ഉടൻ നാട്ടുകാർ എക്സൈസ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിക്കുകയായിരുന്നു. ഉദ്യോഗസ്ഥരെത്തി ചാക്ക് അഴിച്ചു നോക്കിയപ്പോഴാണ് കഞ്ചാവ് കണ്ടത്. 8 കിലോ കഞ്ചാവുണ്ട്. വിപണിയിൽ ഏകദേശം 2 ലക്ഷം രൂപയോളം വില വരുന്ന കഞ്ചാവാണ് പിടിച്ചെടുത്തത്. തിരൂർ എക്സൈസ് പാർട്ടി നിരന്തരമായിട്ട് താനൂർ, പെരിഞ്ചേരി ഭാഗങ്ങളിലെ ഒഴിവുപെട്ട സ്ഥലങ്ങളിൽ നടത്തിയ പരിശോധനയുടെ ഫലമായിട്ട് ഇന്ന് ഉദ്ദേശം ഒരു 6 മണിയോട് കൂടിയ ഒരു രഹസ്യവിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒഴൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നടത്തിയ പരിശോധനയിലാണ് 8 കിലോ കഞ്ചാവുമായിട്ട് ഇപ്പം നമുക്ക് കെട്ടിയിരിക്കുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് തോന്നുന്നത് ആന്ധ്രയിൽ നിന്ന് കൊണ്ടുവന്ന കഞ്ചാവ് ഇവിടെ എത്തിച്ചിട്ട് പല പല പൊതുകളാക്കി ചില്ലറ വിൽപ്പനക്കാർക്ക് കൊടുക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ച കഞ്ചാവാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. പ്രതിയെക്കുറിച്ച് അന്വേഷിച്ചു വരുന്നു. സാധനം ആരാണ് എത്തിച്ചതെന്നും നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങളുടെ ഒരു പ്രാഥമികഘട്ട നിഗമനത്തിൽ ഇത് ബൾക്കായിട്ട് ഇവിടെ കൊണ്ടുവന്ന് സൂക്ഷിച്ച് പറ്റുന്ന സമയത്ത്, ഇപ്പോൾ ലോക്ക്ഡൗണായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് അന്വേഷണങ്ങളോ അല്ലെങ്കിൽ നിരീക്ഷണങ്ങളോ നടക്കുന്നില്ല. ആ സമയത്ത് ആളില്ലാത്ത സമയത്ത് ചെറിയ പൊതികളാക്കി ഇവിടെയുള്ള ചെറുകിട വിൽപ്പനക്കാർക്ക് വിൽപ്പന നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കഞ്ചാവ് എത്തിച്ചിട്ടുള്ളത്. എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ബി സുമേഷിനൊപ്പം പ്രിവന്റീവ് ഓഫീസർ യൂസഫ് അലി, സിവിൽ എക്സൈസ് ഓഫീസർമാരായ ഗിരീഷ്, സമേഷ്, ഡ്രൈവർ പ്രമോദ് എന്നിവരുണ്ടായിരുന്നു. സംസ്ഥാനത്ത് പ്രതിദിന കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ വർധനവ്. മലപ്പുറത്താണ് ഏറ്റവും അധികം രോഗികളുള്ളത്. 14,373 പേർക്ക് സംസ്ഥാനത്ത് കോവിഡ് സ്ഥിരീകരിച്ചു. 24 മണിക്കൂറിൻ്റെ 1,31,820 സാമ്പിളുകളാണ് പരിശോധിച്ചത്. DPR 10.9%. 142 മരണങ്ങൾ സ്ഥിരീകരിച്ചു. ആകെ മരണസംഖ്യ 13,960 10,751 പേർ രോഗമുക്തി നേടി. ഒരു ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ നേരിയ വർധനവുണ്ടായി. 14,373 പേർക്കാണ് പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചത്. മലപ്പുറത്താണ് ഏറ്റവും കൂടുതൽ രോഗികൾ. 2,110 പേർക്ക് മലപ്പുറം ജില്ലയിൽ രോഗബാധയുണ്ടായി. കൊല്ലത്ത് 1,508 പേർക്കും എറണാകുളത്ത് 1,468 പേർക്കും കോഴിക്കോട് 1,425 പേർക്കും രോഗം ബാധിച്ചു. 362 രോഗികളുള്ള വയനാടും 275 രോഗികളുള്ള ഇടുക്കിയുമാണ് രോഗബാധിതരുടെ എണ്ണത്തിൽ കുറവുള്ളത്. 24 മണിക്കൂറിനിടെ 1,31,820 സാമ്പിളുകൾ പരിശോധിച്ചു. TPR 10.9%. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 142 മരണങ്ങൾ കൂടി സ്ഥിരീകരിച്ചതോടെ ആകെ മരണസംഖ്യ 13,960 13,516 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചു. 58 പേർ സംസ്ഥാനത്തിന് പുറത്തു നിന്നെത്തിയവരാണ്. 722 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 77 ആരോഗ്യ പ്രവർത്തകർക്കും രോഗം ബാധിച്ചു. 10,751 പേർ രോഗമുക്തി നേടി. ഇതോടെ 1,04,105 പേരാണ് രോഗം സ്ഥിരീകരിച്ചതിന് ചികിത്സയിലുള്ളത്. 28,77,557 പേർ ഇതുവരെ കോവിഡിൽ നിന്നും മുക്തി നേടി. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി 3,84,439 പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത്. 1,908 പേരെ പുതുതായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മലപ്പുറത്താണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കോവിഡ് രോഗികളുള്ളത്. 2,110 പേർക്ക് രോഗം ബാധിച്ചു. സമ്പർക്കത്തിലൂടെ 2,050 പേർ രോഗികളായി. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 13.50%. 1,334 പേർ രോഗമുക്തരായി. ജില്ലയിൽ ഇതുവരെ 1,230 പേരാണ് കോവിഡ് ബാധിച്ച് മരണപ്പെട്ടത്. മലപ്പുറം ജില്ല കോവിഡ് ബാധിതരുടെ എണ്ണത്തിൽ മുന്നിൽ തന്നെ നിൽക്കുകയാണ്. 2,110 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ സക്കീൻ അറിയിച്ചു. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കും ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ട്. 13.5% ജില്ലയിലെ ചൊവ്വാഴ്ചത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. 2,050 പേർക്ക് നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെയും 35 പേർക്ക് ഉറവിടമറിയാതെയും രോഗബാധയുണ്ടായി. വിദേശത്തു നിന്നെത്തിയ ഒരാൾക്കും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ 22 പേർക്കും രോഗബാധ സ്ഥിരീകരിച്ചു. ജില്ലയിൽ ഇതുവരെ 1,230 പേരാണ് കോവിഡ് ബാധിതരായി മരിച്ചത്. 1,334
പേരാണ് ചൊവ്വാഴ്ച കോവിഡ് മുക്തരായത്. ഇതോടെ ജില്ലയിൽ രോഗമുക്തരായവരുടെ എണ്ണം 3,29,860 ആയി. 35,841 പേരാണ് നിലവിൽ നിരീക്ഷണത്തിൽ കഴിയുന്നത്. 14,483 പേർ വിവിധ കേന്ദ്രങ്ങളിലായി ചികിത്സയിൽ കഴിയുന്നു. കോവിഡ് പ്രത്യേക ചികിത്സാ കേന്ദ്രങ്ങളായ ആശുപത്രികളിൽ 556 പേരും ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകളിൽ 278 പേരും സെക്കൻഡ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകളിൽ 152 പേരും ചികിത്സയിലുണ്ട്. ഡൊമിസിലിയറി കെയർ സെന്ററുകളിൽ 422 പേരും ശേഷിക്കുന്നവർ വീടുകളിലായും നിരീക്ഷണത്തിൽ കഴിയുന്നു. കേരളത്തിൽ വിനോദസഞ്ചാര മേഖലകൾക്ക് തുറന്നു പ്രവർത്തിക്കാൻ അനുമതി. വാക്സിൻ എടുത്തവർക്കും RT-PCR സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കുമായിരിക്കും പ്രവേശനം. DPR അടിസ്ഥാനമാക്കിയുള്ള നിയന്ത്രണങ്ങൾ പുനഃക്രമീകരിച്ചു. 15 മുതൽ മുകളിലേക്ക് ട്രിപ്പിൾ ലോക്ക്ഡൌൺ ഏർപ്പെടുത്താൻ തീരുമാനമായി. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന കോവിഡ് അവലോകന യോഗത്തിലാണ് തീരുമാനം. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് നടപടിക്രമവും ടൂറിസം മന്ത്രാലയത്തിന്റെ മാർഗനിർദ്ദേശങ്ങളും അനുസരിച്ച് വിനോദസഞ്ചാര മേഖലകളിലെ താമസ സൗകര്യങ്ങൾ തുറന്നു പ്രവർത്തിക്കാൻ അനുമതി നൽകി. വാക്സിൻ എടുത്തവർക്കും RT-PCR നെഗറ്റീവ് സർട്ടിഫിക്കറ്റുമായി വരുന്നവർക്കുമായിരിക്കും പ്രവേശനം അനുവദിക്കുക. A, B എന്നീ വിഭാഗങ്ങളിൽ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ റെസ്റ്റോറന്റുകൾ, ഹോട്ടലുകൾ എന്നിവയ്ക്ക് ഹോം ഡെലിവറി, ടേക്ക് അവേ സംവിധാനത്തിൽ രാത്രി 9:30 വരെ പ്രവർത്തിക്കാം. അടുത്ത ശാരീരിക സമ്പർക്കമില്ലാത്ത ഇൻഡോർ ഗെയിമുകൾക്കും ജിമ്മുകൾക്കും AC ഒഴിവാക്കി പ്രവർത്തിക്കാവുന്നതാണ്. വായുസഞ്ചാരമുള്ള ഹാളോ തുറന്ന പ്രദേശമോ ആയിരിക്കണം ഇതിനായി തിരഞ്ഞെടുക്കേണ്ടത്. ഒരേ സമയം 20 പേരിൽ കൂടുതൽ അനുവദിക്കുകയുമില്ല. TPR 5-ൽ താഴെയുള്ള പ്രദേശങ്ങൾ A വിഭാഗത്തിലും 5 മുതൽ 10 വരെയുള്ള പ്രദേശങ്ങൾ Bയിലും 10 മുതൽ 15 വരെയുള്ളവ C വിഭാഗത്തിലും ഉൾപ്പെടുത്തി. 15-ന് മുകളിൽ TPR ഉള്ള പ്രദേശങ്ങൾ D കാറ്റഗറിയിൽ ഉൾപ്പെടുത്തി ട്രിപ്പിൾ ലോക്ക്ഡൌൺ ഏർപ്പെടുത്തും. ജൂലൈ 7 ബുധനാഴ്ച മുതൽ പുതിയ മാർഗനിർദ്ദേശങ്ങൾ നിലവിൽ വരും. A, B വിഭാഗത്തിൽ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിലെ സർക്കാർ ഓഫീസുകൾ മുഴുവൻ ജീവനക്കാരെയും Cയിലെ സർക്കാർ ഓഫീസുകൾ 50% ജീവനക്കാരെയും ഉൾക്കൊള്ളിച്ച് പ്രവർത്തിക്കാനാകും. നിലവിലെ TPR പ്രകാരം A വിഭാഗത്തിൽ 82, Bയിൽ 415, Cയിൽ 362, Dയിൽ 175 തദ്ദേശ സ്ഥാപനങ്ങളുമാണുള്ളത്. കോവിഡ് വ്യാപനത്തിന്റെ തോത് കുറഞ്ഞാൽ മാത്രമേ മറ്റു ഇളവുകളെക്കുറിച്ച് ആലോചിക്കുകയുള്ളൂ. ആൾക്കൂട്ടം ഒരു കാരണവശാലും അനുവദിക്കില്ല. എല്ലാ വിഭാഗം പ്രദേശങ്ങളിലും ടെസ്റ്റിന്റെ എണ്ണം വർദ്ധിപ്പിക്കാൻ നിർദ്ദേശം നൽകി. താൽക്കാലിക ജീവനക്കാരെ ഈ ഘട്ടത്തിൽ പിരിച്ചുവിടാൻ പാടില്ലെന്ന നിർദ്ദേശം എല്ലാവരും കർശനമായി പാലിക്കണം. പ്രവാസികൾക്കുള്ള വാക്സിനേഷൻ സർട്ടിഫിക്കറ്റിൽ കേന്ദ്ര സർക്കാരിന്റെ മുദ്രയും ബാച്ച് നമ്പറും പതിപ്പിക്കുന്നത് ഉറപ്പാക്കാനുള്ള സംവിധാനവും ഏർപ്പെടുത്തും. അതിവേഗ റെയിലിനെതിരെ പ്രക്ഷോഭം ആരംഭിച്ച സൗത്ത് പല്ലാറിൽ കുർക്കോളി മൊയ്തീൻ MLA സന്ദർശനം നടത്തി. കാര്യമായ ചർച്ച നടത്താതെ പദ്ധതി നടപ്പാക്കുന്നത് ആശങ്കയുണ്ടാക്കുന്നതായി MLA അറിയിച്ചു. പ്രദേശവാസികൾ MLAക്ക് നിവേദനം നൽകുകയും ചെയ്തു. തിരുവനന്തപുരം കാസർഗോഡ് അതിവേഗ റെയിൽപാത കടന്നുപോകുന്ന തിരുനാവായ സൗത്ത് പല്ലാർ പ്രദേശവാസികൾ പദ്ധതിക്കെതിരെ പ്രക്ഷോഭത്തിലാണ്. പദ്ധതിയുമായി ബന്ധപ്പെട്ട കുടിയൊഴിപ്പിക്കലിലെ ആശങ്കയാണ് ജനങ്ങളെ സമരമുഖത്തെത്തിച്ചത്. സൗത്ത് പല്ലാറിലെ പദ്ധതി പ്രദേശത്തും പ്രക്ഷോഭത്തിലേർപ്പെട്ടിരിക്കുന്ന നാട്ടുകാരെയും തിരൂർ MLA കുർക്കോളി മൊയ്തീൻ സന്ദർശിച്ചു. പ്രദേശവാസികളുടെ ആശങ്ക പരിഹരിക്കാൻ പ്രശ്നങ്ങൾ പഠിച്ച് നിയമസഭയിൽ അവതരിപ്പിക്കുമെന്ന് MLA അറിയിച്ചു. നിയമസഭയിൽ പോലും അവതരിപ്പിക്കാതെ ജനകീയമായി ചർച്ച നടത്താതെയും ജനങ്ങളിൽ ആശങ്കയുണ്ടാക്കി ധൃതി പിടിച്ച് പദ്ധതി നടപ്പിലാക്കുന്നതിൽ ആശങ്കയുണ്ടെന്നും MLA വ്യക്തമാക്കി. ഞാൻ നിഷേധിക്കുന്നില്ല, ഒരു കാലത്ത് ഇതൊക്കെ നമുക്ക് വേണം. ഇപ്പോൾ ഒരു 4 മണിക്കൂർ കൊണ്ടോ 4.5 മണിക്കൂർ കൊണ്ടോ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് എത്താൻ ആവശ്യമുള്ളത് ആർക്കൊക്കെയാകും എന്നതിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ കഴിയും. നല്ല റോഡുകൾ വരട്ടെ, ഘട്ടം ഘട്ടമായി ഇതൊക്കെ നമുക്ക് ആവാം. അതുകൊണ്ട് ഇപ്പോൾ ഇതിനേക്കാൾ ചെലവ് കുറഞ്ഞും വലിയ ജനങ്ങൾക്ക് വലിയ പ്രയാസങ്ങൾ ഇല്ലാതെയും ഈ അതിവേഗ പാത എങ്ങനെ ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കുന്നത്. അതിന് ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതേ പാത തന്നെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. ഇവിടെ നിന്ന് വെച്ച് വളക്കേണ്ട ആവശ്യമില്ല. മാത്രമല്ല, ഒരു തിരൂരിൽ നിന്നോ തിരുനാവായിൽ നിന്നോ ഗുരുവായൂരിലേക്ക് ഒരു പാതയെക്കുറിച്ചുള്ള ഒരു ആശയം നമ്മുടെ മുമ്പിൽ കിടക്കുന്നുണ്ട്. അത് തിരൂരിൽ നിന്നാണ് പഴയ കാലത്തുള്ള പ്രപ്പോസൽ പോയിട്ടുള്ളത്. പിന്നീട് വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളുണ്ടായി. വേണമെങ്കിൽ ആ പാതയുടെ ഒരു പുനർജനം അതിൻ്റെ ഒരു ആശയത്തെ കൂടി കൊണ്ടുവന്നുകൊണ്ട് ഇതിനെ വേണമെങ്കിൽ കുറച്ചും കൂടി എളുപ്പപാത എന്ന രീതിയിൽ അങ്ങനെ കൊണ്ടുവരണമെങ്കിൽ അതും ആലോചിക്കാവുന്നതാണ്. ഇതൊരു ജനകീയ ചർച്ച ഇതിന് പേര് നടക്കുന്നില്ല. മെമ്പർമാർക്കിടയിലോ ബഹുജനങ്ങൾക്കിടയിലോ പ്രസ്ഥാനങ്ങൾക്കിടയിലോ ചർച്ചയില്ലാതെ പദ്ധതികൾ ഇങ്ങനെ വരികയാണ്. ഈ പദ്ധതികളെ ജനങ്ങൾക്ക് ഉപകാരപ്പെടുക എന്നതിനേക്കാൾ അപ്പുറം മറ്റെന്തെങ്കിലും താല്പര്യമുണ്ടോ എന്ന് ജനങ്ങൾ സംശയിച്ചു പോയാൽ അത് നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു സാഹചര്യമൊക്കെ ഇതിലുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, വേണമെങ്കിൽ ഈ പാത നിലവിലുള്ള റെയിൽവേ ഇതിൻ്റെ മേലെ വേണമെങ്കിൽ നമുക്ക് ഇന്ന് ആധുനിക സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വിഷയത്തിൽ MLAക്ക് പ്രദേശവാസികൾ നിവേദനവും നൽകി. ജനങ്ങളുടെ ആശങ്കയകറ്റി പദ്ധതിയുടെ സുതാര്യത പുനഃപരിശോധിക്കാൻ ആവശ്യപ്പെട്ടാണ് നിവേദനം നൽകിയിട്ടുള്ളത്. ജില്ലാ പഞ്ചായത്ത് അംഗം ഫൈസൽ എടശ്ശേരി, പഞ്ചായത്ത് പ്രസിഡന്റ് കൊട്ടാരത്ത് സുഹറാബി, ബ്ലോക്ക് അംഗം MP മുഹമ്മദ് കോയ, വാർഡ് അംഗം സൂർപ്പിൽ ബാവഹാജി, UDF ചെയർമാൻ മുളക്കൽ മുഹമ്മദ് അലി, കോട്ടയിൽ അലവി, ആക്ഷൻ കമ്മിറ്റി ചെയർമാൻ K സുബ്രഹ്മണ്യൻ, കൺവീനർ V നജീബ് തുടങ്ങിയവർ MLAക്കൊപ്പമുണ്ടായിരുന്നു. BR നായനാർ ഗ്രന്ഥാലയം ബാലവേദി കൂട്ടുകാർ വൈക്കം മുഹമ്മദ് ബഷീർ ദിനത്തിൽ
ബഷീർ കഥാപാത്രങ്ങളുമായി ഗൃഹസന്ദർശനം നടത്തി. മുഹമ്മദ് ദാനിഷ്, മുഹമ്മദ് ഷഹീൻഷാ, ദിയാന എന്നിവർ കഥാപാത്രങ്ങളായി വേഷമിട്ടു. ലൈബ്രറിയൻ നീന, രമേഷ്, മുഹമ്മദ് ഷാഫി, വി സത്യാനന്ദൻ എന്നിവർ നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോവിഡ് നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തി എല്ലാ വ്യാപാര സ്ഥാപനങ്ങളും ദിവസവും തുറക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ കടയടപ്പ് സമരവും ഉപവാസവും നടത്തി. തിരൂരിൽ കുറുക്കോളി മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. രാഷ്ട്രീയം പറയുമ്പോൾ വ്യക്തിപരമായി ആക്രമിക്കുന്നതാണ് CPM ശൈലിയെന്ന് അഡ്വക്കേറ്റ് PP റൌഫ്. ഇത് ജനാധിപത്യ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ചേർന്ന ശൈലിയല്ല. അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും റൌഫ്. തലക്കാട് പൂക്കൈത കുഞ്ഞുലിക്കടവ് റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്ന ആവശ്യവുമായി നാട്ടുകാർ രംഗത്ത്. പാലം തുറന്ന് 4 വർഷം പിന്നിട്ടിട്ടും പൂക്കൈത മുതൽ പാലം വരെയുള്ള റോഡ് ഗതാഗത യോഗ്യമാക്കാൻ അധികാരികൾക്ക് ഇതുവരെയും കഴിഞ്ഞില്ല. വിദ്യാർത്ഥികൾക്കായി പഠന വിഷയങ്ങൾ ദൃശ്യവൽക്കരിച്ച് കേരള വിഷൻ സംപ്രേഷണം ചെയ്യും. കവിഹൃദയം എന്ന ടെലിസീരിയലിലൂടെയാണ് പഠനം രസകരവും ഹൃദയസ്ഥവുമാക്കും വിധം വിദ്യാർത്ഥികളിൽ എത്തിക്കുന്നത്. ഒരു ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം പ്രതിദിന കോവിഡ് കണക്കിൽ വർധനവ്. കേരളത്തിൽ 14,373 പേർക്ക് കോവിഡ്. പരിശോധിച്ചത് 1,31,820 സാമ്പിളുകൾ. DPR 10.9%. 142 മരണങ്ങൾ സ്ഥിരീകരിച്ചു. 10,711 പേർ രോഗമുക്തി നേടി. രോഗികളുടെ എണ്ണത്തിൽ മുന്നിൽ മലപ്പുറം. 2,110 പേർക്ക് രോഗബാധ. DPR 13.51%. 1,334 പേർക്ക് രോഗമുക്തി. ആകെ മരണസംഖ്യ 1,230. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.